ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MDC മലയാളത്തിൽ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 4ാമത്തെ മൊഡ്യൂളും മുമ്പ് ചെയ്തതുപോലെ തന്നെ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് 1ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് സമാന്തര സിനിമയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ്. വലിയ കഥാപാത്രങ്ങൾ, വിപുലമായ സെറ്റുകൾ, പാട്ടും നൃത്തവും നിറഞ്ഞ സീക്വൻസുകൾ, ഇവയ്ക്കൊക്കെ പേര് കേട്ടിട്ടുള്ള ഇന്ത്യയിലെ പ്രബലമായ വാണിജ്യ സിനിമ. ഇതിനെതിരായിട്ടുള്ള പ്രതികരണമാണ് സമാന്തര സിനിമകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും അതിനുള്ളിലെ സങ്കീർണതകളെയും ചിത്രീകരിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഈ സമാന്തര സിനിമകൾ ജീവൻ പ്രാപിച്ചത്. 1950കളിൽ പശ്ചിമ ബംഗാളിൽ ആരംഭിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം സത്യജിത്ത് റേ, ഋത്വിക് ഘട്ടക്, മൃണാൾ സെൻ തുടങ്ങിയ എഴുത്തുകാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണക്കാരന് ഇണങ്ങുന്ന കഥകൾ പറയാനും മുഖ്യധാര സിനിമകൾ പലപ്പോഴും അവഗണിക്കുന്ന പ്രമേയങ്ങൾ കൂടുതലായിട്ട് പര്യവേക്ഷണം ചെയ്യാനുമാണ് ഈ സംവിധായകർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സത്യജിത്ത് റേ സംവിധാനം ചെയ്ത പതേർ പാഞ്ചാലിയാണ് സമാന്തര സിനിമയിലെ സ്ഥാപക സിനിമയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഒരു പുതിയ ആഖ്യാന സാങ്കേതികത പരിചയപ്പെടുത്തുക മാത്രമല്ല, കാൻ ചലച്ചിത്രമേളയിലെ വിജയത്തോടുകൂടി അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ചെയ്തു ഈ സമാന്തര സിനിമകൾ. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഈ സിനിമ ശൈലിയെ പിന്തുണച്ചു. ഈ സിനിമകൾക്ക് ധനസഹായം നൽകാനും വിതരണം ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ സഹായിച്ചു. സമാന്തര സിനിമയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിൽ ഈ സംഘടനകൾ നിർണായക പങ്കൊക്കെ വഹിച്ചിട്ടുണ്ട്. പരിമിതമായ വിഭവങ്ങളുള്ള ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു വേദി ഒരുക്കി കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. സമാന്തര സിനിമയുടെ ചില പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഇതൊക്കെയാണ്. സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവ, യാഥാർത്ഥ്യബോധമുള്ള കഥ പറച്ചിൽ, ഷൂട്ടിങ്ങിലും പ്രകൃതിദത്ത വെളിച്ചത്തിലും ഊന്നൽ നൽകി, നോൺ ലീനിയർ ആഖ്യാന ഘടനകളും സങ്കീർണമായ കഥാപാത്ര പഠനങ്ങളും അവതരിപ്പിച്ചു. ഇതാണ് സമാന്തര സിനിമകൾ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് മധ്യവർത്തി സിനിമയെക്കുറിച്ചാണ്. എല്ലാ കാര്യത്തിലും വിരുദ്ധങ്ങളായിട്ടുള്ള 2 പക്ഷക്കാരുടെ ഇടയിൽ ഒരു ഇടത്തരക്കാരുണ്ടാവും. എല്ലാവരും അതിനെ കൈനീട്ടി സ്വീകരിച്ചില്ലെങ്കിൽ പോലും പൊതുവിൽ ന്യൂനസമ്മതമായ ഒരു അസ്തിത്വം അതിനുണ്ട്. സിനിമയുടെ കാര്യത്തിലും ഇത് ശരിയാണ്. എല്ലാവിധ വിപണന തന്ത്രങ്ങളും നിറഞ്ഞു നിന്ന ജനപ്രിയ സിനിമ ഒരു വശത്ത്, ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങാത്ത സമാന്തര സിനിമ മറുവശത്ത്. ഇവയ്ക്ക് നടുവിൽ ജനപ്രിയത്തിൻ്റെ ചേരുവകൾ കണക്കാക്കാതെ, കലാസിനിമയുടെ മർക്കമുഷ്ടി ചുരുട്ടാതെ, എല്ലാവർക്കും രുചിക്കുന്ന എന്നാൽ ഒരു വിഭാഗത്തെയും അടിമപ്പെടുത്താതെ വേറിട്ടൊഴുകുന്ന ഒരു ചലച്ചിത്രധാരയാണ് മധ്യവർത്തി സിനിമ. അതായത് ജനപ്രിയ സിനിമ ഒരു ഭാഗത്ത്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സിനിമ മറുഭാഗത്ത്. ഇവർ 2 പേരുടെയും നടുവിൽ 2 പേർക്കും പ്രശ്നമില്ലാത്ത വിധത്തിൽ പോകുന്ന സിനിമയാണ് മധ്യവർത്തി സിനിമ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ജനപ്രിയ സിനിമ. പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇടപെടൽ, കാഴ്ചയുടെ പ്രതിനിധാനങ്ങൾ, സ്ത്രീലിംഗവംശ പ്രതിനിധാനങ്ങൾ, ഈ ഘടകങ്ങളെയൊക്കെ മുൻനിർത്തിയാണ് ജനപ്രിയ സിനിമകളെ വിശകലനം ചെയ്യുന്നത്. അതീശ പ്രത്യയശാസ്ത്രങ്ങളെ പ്രേക്ഷക താൽപ്പര്യങ്ങളായി മാറ്റി തീർക്കുകയാണ് ജനപ്രിയ സിനിമ ചെയ്യുന്നതെന്ന് സിനിമാ പഠനങ്ങൾ പറയുന്നു. സംസ്കാരം, മൂല്യങ്ങൾ, വേഷം, ഫാഷൻ ഇവയെക്കുറിച്ചുള്ള വിഭാഗങ്ങളുടെ, അതീശ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളുടെ വിനിമയവും ആ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള മനോഭാവങ്ങൾ സൃഷ്ടിക്കലുമാണ് ജനപ്രിയ സിനിമ ചെയ്യുന്നത്. ഈ ജനപ്രിയ സിനിമകൾ അതാത് ഇടങ്ങളിലെ കാഴ്ചക്കാരുടെ അഭിരുചികളെയും ഇച്ഛകൾ പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, അതനുസരിച്ച് നിർമ്മിക്കുന്നവയാണ്. ഓരോ ദേശങ്ങളിലെയും നായികനായകന്മാരെ കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ രൂപം നിശ്ചയിക്കപ്പെടുന്നത്. ഇവർ വിപണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുകരണീയ മാതൃകളാക്കുന്നു. അതുപോലെ തന്നെ പ്രേക്ഷക സമൂഹത്തെ ഈ നായികനായകന്മാരുടെ വിപണന മൂല്യത്തിലൂടെ ആകർഷിക്കുകയും ചെയ്യുന്നവയാണ് ഇത്തരം സിനിമകൾ. മലയാള സിനിമയിലും ഇത്തരത്തിലുള്ള ജനപ്രിയ സിനിമകളുടെ വിഭജനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവ കുടുംബ കഥകളെ കേന്ദ്രീകരിച്ചിട്ടാണ് ആഖ്യാനം ചെയ്യപ്പെടുന്നത്. നിലനിൽക്കുന്ന കുടുംബഘടനയും അതിൻ്റെ അധികാര രീതികളുമാണ് ഇത്തരം സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത്തരം സിനിമകൾ വിനോദ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത്.
പ്രേക്ഷകൻ്റെ അബോധ തലങ്ങളിലെ സാംസ്കാരിക വൈകാരിക തലങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും ജനപ്രിയ സിനിമയിലെ കഥാസന്ദർഭം. അതുകൊണ്ട് തന്നെ ബഹുജന ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവർക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് തങ്ങളുടെ ജീവിതമാണ് എന്ന തോന്നൽ പ്രേക്ഷകന് ഉണ്ടാവുകയും ചെയ്യും. സിനിമയിലെ കഥാപാത്രം താൻ തന്നെയാണ് എന്ന ചിന്ത തൻ്റെ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കും. പ്രേക്ഷകൻ്റെ സംഘർഷങ്ങൾ പ്രായോഗികമായി കുറയ്ക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, ഇത്തരം സിനിമകൾ ആസ്വദിക്കുന്നതിന് ബുദ്ധിപരമായിട്ടുള്ള അധ്വാനം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമകൾ ജനപ്രിയമായിട്ട് മാറുന്നു. അപ്പോൾ ജനപ്രിയ സിനിമ പറഞ്ഞാൽ വേറൊന്നുമല്ല, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ കണ്ടെത്തി ഓരോരോ പ്രദേശങ്ങളിലെ അവരുടെ അനുഭവങ്ങൾ, അവിടുത്തെ പ്രത്യേകതകളൊക്കെ കണ്ടെത്തിയിട്ട് നിർമ്മിക്കപ്പെടുന്ന ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് ജനപ്രിയ സിനിമകൾ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഒന്നാമത്തെ പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ചലച്ചിത്ര ജനസുകളാണ്. ചലച്ചിത്ര ജനസുകൾ പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ചലച്ചിത്രങ്ങളാണ് എന്നതാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.